മുല്ലപ്പള്ളിയെ അനുകൂലിച്ച് വടകരയിൽ വച്ച പോസ്റ്ററുകൾ യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പൊളിച്ചുമാറ്റി. യൂത്ത് കോൺഗ്രസിന് പോസ്റ്റർ പതിച്ചതുമായി യാതൊരു ബന്ധവുമില്ലെന്ന് നേതാക്കൾ അറിയിച്ചു. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ. ഇന്ന് രാവിലെയോടെയാണ് വടകര പഴയ ബസ് സ്റ്റാൻഡ്, ടൗൺ ഹാൾ പരിസരം എന്നിവിടങ്ങളിൽ മുല്ലപ്പള്ളിയെ അനുകൂലിച്ചുകൊണ്ട് യൂത്ത് കോൺഗ്രസിന്റെ പേരിൽ പോസ്റ്ററുകൾ പതിച്ചിരുന്നത്. ഈ പോസ്റ്ററുകൾ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പൊളിച്ചു മാറ്റുകയായിരുന്നു. യൂത്ത് കോൺഗ്രസിന് പോസ്റ്റർ പതിച്ചതുമായി യാതൊരു ബന്ധവുമില്ലെന്ന് നേതാക്കൾ പറഞ്ഞു. മുൻ KPCC പ്രസിഡന്റ് ശ്രീ മുല്ലപ്പള്ളി രാമചന്ദ്രൻ അവർകളെ യൂത്ത് കോൺഗ്രസിൻ്റെ പേരിൽ ഇന്ന് പ്രത്യക്ഷപ്പെട്ടിട്ടുള്ള പോസ്റ്റർ, അതുമായി ബന്ധപ്പെട്ട് വടകരയിലുള്ള യൂത്ത് കോൺഗ്രസിന് യാതൊരു തരത്തിലുള്ള ബന്ധവുമില്ല എന്ന് ആദ്യമായിട്ട് അറിയിക്കാം. രാഷ്ട്രീയ എതിരാളികൾ ആളുകൾക്കിടയിലേക്ക് ഭിന്നിപ്പുണ്ടാക്കുന്നതിന് വേണ്ടി പടച്ചുവിട്ട ചില പോസ്റ്ററുകളാണ് വടകരയിലും സമീപ പ്രദേശങ്ങളിൽ നിന്ന് പ്രത്യക്ഷപ്പെട്ടിട്ടുള്ളത്. കാരണം കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രതിപാദിക്കുന്ന പോസ്റ്ററുകളാണ് വന്നത്. അതിൽ മുൻപേ വന്ന വാർത്തകളിൽ മുല്ലപ്പള്ളി സാറിന് അനുകൂലമായി യൂത്ത് കോൺഗ്രസിൻ്റെ പോസ്റ്ററുകൾ വന്നു എന്ന് പറയുന്നുണ്ട്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഒരു പോസ്റ്റർ രാഷ്ട്രീയത്തിലൂടെ ഒരു സ്ഥാനാർത്ഥിത്വം ഉറപ്പിക്കേണ്ട ഒരു വ്യക്തിയല്ല. കാരണം ദേശീയ രാഷ്ട്രീയത്തിലും അതേപോലെ തന്നെ കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷനൊക്കെ ആയിട്ടുള്ള വ്യക്തിയാണ് അദ്ദേഹം. സ്വാഭാവികമായിട്ടും അത്തരത്തിൽ അദ്ദേഹത്തിൻ്റെ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് യൂത്ത് കോൺഗ്രസിന് യാതൊരു തരത്തിലുള്ള അഭിപ്രായവും പറയേണ്ട ഒരു ഘട്ടം നിലവിലില്ല. കാരണം അത് തീരുമാനിക്കുന്നത് ദേശീയ തലത്തിലും അതേപോലെ തന്നെ സംസ്ഥാന തലത്തിലുള്ള സ്ക്രീനിംഗ് കമ്മിറ്റിയും, ആ സ്ക്രീനിംഗ് കമ്മിറ്റി അംഗീകരിച്ച ലിസ്റ്റ് ഹൈക്കമാൻഡിൻ്റെ നിർദ്ദേശപ്രകാരം താഴെത്തട്ടിലേക്ക് വരികയാണ് ചെയ്യുന്നത്. സ്വാഭാവികമായിട്ടും മുല്ലപ്പള്ളി സാറെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ സ്ഥാനാർത്ഥിത്വം ഹൈക്കമാൻഡിൽ ഉൾപ്പെടെയുള്ള അദ്ദേഹത്തിൻ്റെ കെട്ടുറപ്പും കാര്യങ്ങളും ഒക്കെ തന്നെ ഉള്ളത് കൊണ്ട് തന്നെ അത് യൂത്ത് കോൺഗ്രസിന് കൃത്യമായിട്ട് ഇടപെടേണ്ട ഒരു സാഹചര്യം നിലവിലില്ല. അപ്പോൾ നിലവിൽ നല്ല രീതിയിലേക്ക് സ്ഥാനാർത്ഥി പ്രഖ്യാപനമൊക്കെ തന്നെ മുന്നോട്ട് പോകുന്ന കോൺഗ്രസിൻ്റെ ആളുകൾക്കിടയിലേക്ക് വലിയ തരത്തിലുള്ള ഒരു ഭിന്നിപ്പുണ്ടാക്കുക, ആശയക്കുഴപ്പമുണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി രാഷ്ട്രീയ എതിരാളികൾ പടച്ചുവിട്ട പോസ്റ്ററുകളാണ് എന്നിവിടെ യൂത്ത് കോൺഗ്രസ് ആരോപിക്കുകയാണ്. ഇത് സ്വാഭാവികമായിട്ടും ഞങ്ങൾ ഇതിൻ്റെ ആരാണ് ഇതിന് പിന്നിൽ എന്നുള്ളത് പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ട് സമീപ പ്രദേശങ്ങളിലെ CCTV ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധനയുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട്. ബാക്കി ഞങ്ങൾ പാർട്ടി തലത്തിൽ ചർച്ച ചെയ്തതിന് ശേഷം മറ്റ് പ്രവർത്തനങ്ങളായിട്ട് മുന്നോട്ട് പോകുന്നതായിരിക്കും. യൂത്ത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം എന്താ പറയുക, നമ്മുടെ കൃത്യമായ രീതിയിലേക്ക് സ്ഥാനാർത്ഥി നിർണയത്തിന് കൃത്യമായ ഒരു കമ്മിറ്റിയെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ആ കമ്മിറ്റിയുടെ തീരുമാനത്തെ അംഗീകരിക്കുക എന്നുള്ളതാണ് അച്ചടക്കമുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തനം എന്നുള്ള രീതിയിൽ നമ്മുടെ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രവർത്തകരുടെയും ഭാഗത്തുനിന്ന് ഉണ്ടാവുക. പാർട്ടി നിർദ്ദേശിക്കുന്ന ഏതൊരു സ്ഥാനാർത്ഥിയെയും നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അവരുടെ വിജയത്തിനായിട്ട് പ്രവർത്തിക്കാൻ യൂത്ത് കോൺഗ്രസ് എന്നും മുന്നിലുണ്ടാവും. ദിവസങ്ങൾക്ക് മുമ്പേ നാദാപുരം മുല്ലപ്പള്ളിയുടെ നാടായ മുക്കാളിയിലും മുല്ലപ്പള്ളിയെ എതിർത്തുകൊണ്ട് പോസ്റ്ററുകൾ പ്രചരിച്ചിരുന്നു. ന്യൂസ് ബ്യൂറോ, മീഡിയ, വടകര. അല്ല, ഇന്ന് നല്ല സന്തോഷത്തിലാണല്ലോ. അതെ, സന്തോഷത്തിലാണ്. കാരണം ഞാനിപ്പോ പാചകം ചെയ്യുന്നതേ മയൂരം വെളിച്ചെണ്ണ ഉപയോഗിച്ചാണ്. പുതിയ മയൂരം കോക്കനട്ട് ഓയിൽ, കലർപ്പില്ലാത്ത ശുദ്ധമായ വെളിച്ചെണ്ണ. കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന നാളികേരം സൾഫറും പുകയും ഏൽക്കാതെ ഉണക്കിയെടുത്ത കൊപ്രയിൽ നിന്നും സംസ്കരിച്ചെടുക്കുന്ന 100% ശുദ്ധമായ വെളിച്ചെണ്ണ. ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയില്ല. മയൂരം വെളിച്ചെണ്ണ, ഒരു ഏറെമല സർവീസ് സഹകരണ ബാങ്ക് സംരംഭം.